സാമാന്യ മര്യാദയില്ലാതെ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെ കേന്ദ്ര ഏജൻസികൾ ലക്ഷ്യം വയ്ക്കുകയാണെന്ന് CPM PB അംഗം MA ബേബി. മുഖ്യമന്ത്രിക്കെതിരായ കാര്യമായ ആരോപണം ഉന്നയിക്കാൻ പോലും കേന്ദ്ര ഏജൻസികൾക്ക് കഴിയുന്നില്ല എന്നും MA ബേബി പറഞ്ഞു. മീഡിയ വൺ നേതാവ് പരിപാടിയിലാണ് MA ബേബിയുടെ പ്രതികരണം. മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇവർക്ക് കാര്യമായ ഒരു ആരോപണം പോലും ഉന്നയിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ യാതൊരു സാമാന്യ മര്യാദയുമില്ലാതെ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെ ലക്ഷ്യം വെക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 2 ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. അവർ അന്വേഷണം പൂർത്തിയാക്കട്ടെ, അതിൻ്റെ കണ്ടെത്തലുകൾ പുറത്തു വരട്ടെ, എന്നിട്ട് നമുക്ക് പ്രതികരിക്കാം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് ലോകവിഡിതമെന്ന CPM PB അംഗം MA ബേബി. സീറ്റ് തെരഞ്ഞെടുക്കുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് തുടർച്ചയായി തെറ്റുപറ്റുന്നു. BJPക്കെതിരായ പോരാട്ടത്തിൽ ഇടതുമുന്നണി സഹകരണം വേണമെന്ന് തിരിച്ചറിയാൻ രാഹുലിന് കഴിഞ്ഞില്ലെന്നും MA ബേബി പറഞ്ഞു. മീഡിയ വൺ നേതാവിലാണ് MA ബേബിയുടെ പ്രതികരണം. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് ഒരുപാട് ക്ഷതം BJP ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ രാഷ്ട്രീയ ബോധം രാഹുൽ ഗാന്ധിക്കില്ല എന്ന് പറയേണ്ടി വരുന്നു. രാഹുൽ ഗാന്ധിക്ക് താൻ മത്സരിക്കേണ്ട സീറ്റ് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ തുടർച്ചയായി തെറ്റുപറ്റുകയാണ്. BJPക്കെതിരായ പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ സഹകരണം തനിക്ക് പ്രധാനമാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ BJPക്കെതിരായി പൊരുതാതെ ഇടതുപക്ഷത്തിനെതിരായി പൊരുതുക എന്നുള്ള ലോകവിഡ്ഢിത്തം രാഹുൽ ഗാന്ധി കാണിക്കുമായിരുന്നില്ല. കൂടുതൽ വിശദാംശങ്ങൾ സെയ്ഫ് സൈൻലാബ്ദീൻ നൽകുന്നുണ്ട്. സെയ്ഫ്, ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വലിയ ഗുരുതരമായ ആരോപണം തന്നെയാണ് MA ബേബി പറയുന്നത്. അതായത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനെതിരെ നേരത്തെയും വലിയ രീതിയിലുള്ള വിമർശനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ സമാനമായ പ്രതികരണം തന്നെയാണ് MA ബേബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്? അനീഷ, ഇടതുമുന്നണി രാഷ്ട്രീയ വിമർശനം കാലങ്ങളായിട്ട് ഉന്നയിച്ചു വരുന്നതാണ്. 5 വർഷം മുമ്പ് വയനാട്ടിൽ ആദ്യമായി രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നപ്പോൾ CPMന്റെയും CPIയുടെ എല്ലാം മുതിർന്ന നേതാക്കൾ സമാനമായ രീതിയിലുള്ള നിലപാട് പ്രഖ്യാപിച്ചതാണ്. ഇത്തവണ അദ്ദേഹം മത്സരിക്കാൻ വരില്ല എന്ന പ്രതീക്ഷയിലായിരുന്നു ഇടതുമുന്നണി നേതൃത്വം ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം കേരളത്തിലേക്ക് തന്നെ മത്സരിക്കാൻ വന്നു. ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി, CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഉന്നയിച്ച വിമർശനം കുറച്ചുകൂടി കടുത്ത സ്വരത്തിൽ MA ബേബി ഉയർത്തുകയാണ്. BJPക്കെതിരായ പോരാട്ടത്തിലെ പ്രധാനപ്പെട്ട നേതാവ്, ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവ് താനാണ് എന്ന് വേണമെങ്കിൽ ഇന്ത്യയുടെ ജനങ്ങൾക്ക് മുന്നിൽ പറയാൻ കഴിയുന്ന ഒരു അവസരം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. ആ അവസരം രാഹുൽ ഗാന്ധി ഇല്ലാതാക്കി എന്ന രാഷ്ട്രീയ വിമർശനമാണ് CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബി ഉന്നയിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധിക്ക് BJPക്കെതിരാണ് ഈ പോരാട്ടമെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടിയിരുന്നത് ഉത്തരേന്ത്യയിലായിരുന്നു. അമേഠിയിൽ ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല, റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇവിടെ എവിടെയെങ്കിലും രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാമായിരുന്നു. അത് BJPക്കെതിരായ പോരാട്ടമായി മാറിയേനെ. പക്ഷെ അദ്ദേഹം മത്സരിക്കാൻ തിരഞ്ഞെടുത്തത് വയനാട്ടിലെ സീറ്റാണ്. ഇതുവഴി ജനങ്ങൾക്ക് മുന്നിലേക്ക് അവർ നൽകിയ സന്ദേശം BJPക്കെതിരായ പോരാട്ടമല്ല തങ്ങൾ നടത്തുന്നത്, ഇടതുമുന്നണി, ഇന്ത്യ മുന്നണിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട മത്സരമാണ് നടത്തുന്നത് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ പറയുന്ന രീതിയിലായി പോയി രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം എന്ന വിമർശനമാണ് MA ബേബി മുന്നോട്ട് വെക്കുന്നത്. ലോകവിഡ്ഢിത്തം എന്നാണ് ആ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ആ അഭിമുഖത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഈ നിരവധി രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്നായി നമുക്ക് തോന്നിയതാണ് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഈ രാഷ്ട്രീയ വിമർശനം. അത് CPMന്റെ ഇടതുമുന്നണിയുടെ നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ചത് കുറച്ചുകൂടി കടുത്ത സ്വരത്തിൽ MA ബേബി ഉയർത്തുന്നു എന്നതാണ് ഇതിന്റെ രാഷ്ട്രീയ കാഴ്ച. അനീഷ, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെതിരെയാണ് MA ബേബി വിമർശനം ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെ കേന്ദ്ര ഏജൻസികൾ ലക്ഷ്യം വെക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സെയ്ഫ് സൈൻലാബ്ദീൻ.